എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ടെൻ്റ് അടിക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഫിൻലാൻഡിലെ തുർക്കൂൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ടെൻ്റ് അടിക്കുന്ന പരിപാടിയാണ് രാവിലെ തന്നെ ഇവിടെ ചെയ്യുന്നത്. ഞാനുണ്ട്, സായിയുണ്ട്. നമ്മുടെ തുർക്കൂലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ കാണുന്ന ഔറ നദി ക്രോസ് ചെയ്താണ് ഞാനിപ്പോൾ പോർട്ടിലോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ എൻ്റെ മിഷൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുക, കുറച്ച് ലഞ്ചിനുള്ള സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് ഫെറി കയറിയിട്ട് സ്വീഡൻ എന്ന് പറയുന്ന മറ്റൊരു സ്കാൻഡിനേവിയൻ രാജ്യത്തിലോട്ട് നീങ്ങുക. അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാന്. രാവിലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഉറങ്ങിക്കിടക്കുവാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രാവിലെ കുറച്ച് ഫുഡ് വാങ്ങിച്ചു. ക്രോസൻ്റ് അടിപൊളി ടേസ്റ്റ്. വിശക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളിനി പോർട്ടിലോട്ട് പോവാണ്. നല്ല രസമുള്ള ഒരു വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് ആട്ടോ. ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു പാർക്കിൽ കൊണ്ട് അവർ വെച്ചിരിക്കുകയാണ്. പഴയ വുഡൻ തടിയിൽ വെച്ചിട്ടുള്ള ഒരു ഇത്. ഇവിടെ ഒരു ചെറിയൊരു കാസ്റ്റൽ പോലുള്ള ഒരു സംഭവം ഉണ്ട്. ചെറിയൊരു പഴയൊരു കൊട്ടാരം എന്നാണ് സായി പറയുന്നത്. എന്തായാലും എനിക്ക് സമയമില്ല, ഞാൻ ഓടുവാണ് പെട്ടെന്ന് തന്നെ. ആ കാണുന്ന ട്രെയിനാണ്. എനിക്കൊന്ന് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ വൈക്കിംഗ് ലൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഷിപ്പ് വരുന്നത്. സാധാരണ ഓവർനൈറ്റ് ഫെറീസ് ഉണ്ട്. ഓവർനൈറ്റ് കിടന്നുറങ്ങി അതിൽ തന്നെ റൂമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഈ ഷിപ്പിൻ്റെ അകത്ത്. അങ്ങനത്തെ ഷിപ്പാണ്. ബട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പകല് പോകാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ എനിക്ക് റൂമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റൂമൊക്കെ ഉണ്ട്. 10,000 രൂപയ്ക്കൊക്കെ നമുക്ക് ചെറിയ ഷെയറിങ് ആയിട്ടുള്ള റൂമൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ പോകുന്നത് 2,550 രൂപയുടെ ടിക്കറ്റാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ വേണ്ട ഫെറി. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഇവരുടെ ഒരു ഇൻഫോ സെൻറ്റർ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം ആദ്യം. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മെഷീനിൽ നമ്മുടെ ബുക്കിംഗ് നമ്പർ അടിച്ചാൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കിട്ടും. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷിപ്പിലെ റൂം. സെൽഫ് സർവീസ് ചെക്ക് ഇൻ. അൺഫോർച്ചുനേറ്റ്ലി യുവർ ടിക്കറ്റ് കനോട്ട് ബി ചെക്ക്ഡ് എന്നാണല്ലോ കാണിക്കുന്നത്. അയ്യോ, അറിയില്ലല്ലോ. ഇവിടെ ചെക്കിന് 5 യൂറോ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ച് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അടിപൊളി. 5 യൂറോ എക്സ്ട്രാ കൊടുക്കണോ? ചോ ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഒരു ടെർമിനലിൻ്റെ ഒരു വെയിറ്റിംഗ് ഡിപ്പാർച്ചർ ഗേറ്റ്. നമ്മളിനി ഡിപ്പാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ട് വന്ന കുറേ ആളുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. തിരിച്ച് കുറേ ആളുകൾ ഇവിടെ കറങ്ങിയിട്ട് മിഡ് സമ്മറിന് തിരിച്ച് പോകുന്നവരുണ്ട്. ഈ കാണുന്ന ഭാഗത്തോട്ട് 1, 2, 3, ഈ കാണുന്ന 4 പലതരത്തിലാണ് കേട്ടോ. ഓരോ ഗേറ്റുകളായിട്ടുണ്ട്. ഞാനുള്ളത് സ്റ്റാൻഡിങ് ടിക്കറ്റാണ്. സ്റ്റാൻഡിങ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെ വേണോ ഇരിക്കാം, എവിടെ വേണോ ഇരുന്ന് യാത്ര ചെയ്യാം, അങ്ങനത്തെ ഉള്ളൊരു ടിക്കറ്റാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വൈക്കിംഗ് ഗ്ലോറിയുടെ ഞാൻ പോകുന്ന നമ്മുടെ കപ്പൽ. നല്ല വലിയ കപ്പൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എസ്തോണിയ എന്ന് ഫിൻലാൻഡിലോട്ട് വന്നതും ഇതുപോലുള്ളൊരു കപ്പൽ തന്നെയാണ്. ഇതിനകത്ത് ധാരാളം ക്ലബ്ബുകൾ, ബാറ്, റെസ്റ്റോറൻറ്റ്, കളിക്കാനുള്ള കുറച്ച് സ്പേസ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു ഡെക്ക്. ഈ കാണുന്നതാണ്. ഏകദേശം 3, 4, 5, 6 ഇങ്ങനെ പല ഡെക്കുകളായിട്ടുണ്ട്. ഇവിടെ 9 മില്ലത്തിലാണ് നമ്മുടെ ബാറ്, ഷോപ്പിംഗ് വേൾഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ ബഫറ്റ്, റെസ്റ്റോറൻറ്റ്, ഇവിടെയും നമ്മുടെ റെസ്റ്റോറൻറ്റ്, ബാറ്, ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ജിമ്മ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ മുകളിലോട്ട് പോട്ടെ. ഇവിടെ ലിഫ്റ്റ് കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു ബോറടിക്കും കേട്ടോ. ആരെങ്കിലും കമ്പനി ആക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബോറിങ്ങാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ റൂം അക്കോമഡേഷനൊക്കെയാണ്. മുകളിലോട്ട് പോകാനായിട്ട് ഇവിടേക്ക് അക്കോമഡേഷനാണ്. ഇവിടെ അഡ്വഞ്ചർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ കാണുന്നതൊക്കെ എനിക്കൊന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കളിക്കാനുള്ള സ്പേസൊക്കെയാണ് കേട്ടോ. ഗെയിം റൂമൊക്കെയാണ് ഈ കാണുന്ന ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള. ഈ കാണുന്ന ഒരു ഏരിയ ഫുള്ള് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഫുട്ബോൾ
ചെറിയ ഫുട്ബോൾ, ഇങ്ങനെ പല റൂമുകളുണ്ട് കേട്ടോ. ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു, ആ കൂട്ടുകാരനാണ് കേട്ടോ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നത്. ഇത് ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ, പിന്നെ റെസ്റ്റോറൻറ്റ്, കഫേ. നല്ല ആളുകളുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു മിനി ബാറാണ്, പലതരത്തിലുള്ള കള്ളുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാസ്ട്രി ഏരിയ, നല്ല വലിയൊരു കഫേ കേട്ടോ, ഭയങ്കര വലിയ ലോങ് ആയിട്ടുള്ള ഇത്, സോ ബിഗ്. പക്ഷേ യു വാണ്ട് ടു സേ ഹായ്? ഹായ് ഹായ് ഹായ്. ഇത് തന്നെയാണ് കേട്ടോ, നമ്മുടെ റഷ്യക്കാരനാണ്. നൈസ് ടു മീറ്റ് യു ബ്രോ. I was telling people I want to find a company because I'm getting bored, you know. Always. Nice to meet you. All the week I texted on Facebook. ഇവിടെ നമ്മുടെ ലഗേജിൻ്റെ പ്ലേസ്. ഇവിടെ ലഗേജ് റൂം ഉണ്ടല്ലോ. ബൈക്കിംഗ് ലൈൻ നമ്മുടെ ഫിനിഷ് കമ്പനിയാണ്, അതുകൊണ്ടാണ് ഫിൻലാൻഡിൻ്റെ ഫ്ലാഗ്. അവിടെയൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ കാസിനോ ഏരിയ, ചെറുതായിട്ട് ഗെയിമൊക്കെ കളിക്കാം. ഇവിടെ കുട്ടികൾക്ക് ബൈക്ക്, അതിൻ്റെ ഗെയിം കൊള്ളാം കേട്ടോ. ഇതിലൊക്കെ നമുക്ക് കാശ് ഇട്ടിട്ട് ഇതിൽ നിന്നൊക്കെ ഗെയിം കളിക്കാം. ഇറ്റ്സ് ലൈക്ക് ഓക്കെ മെയ്ഡ് ഈസി. ബൈ യുവർ ഗെയിം കാർഡ്. 10, 20, 30, 1000, 2000, 3000 ഒക്കെ കാർഡ് വാങ്ങുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് കളിക്കാം. മലയാളം, യെസ്. ഞാൻ അവനെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം. ഈ കാണുന്നത് സ്മോക്കേഴ്സ് റൂമാണ്, അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇങ്ങോട്ടും ദിസ് റൂം, ഓ പ്രൈവറ്റ് ക്ലബ് ആൻഡ് For rich people. It's possible to open here. I think it's for the people who are working. ഈ കാണുന്നത് നമ്മുടെ ഒരു കഫേ ബാർ. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, താഴെക്കൂടെ നടന്ന് കാണിച്ചു തന്നായിരുന്നു. നമുക്കിനി മുകളിലോട്ട് പോയിട്ട് നോക്കാം. ഇവിടെ റൂമിൽ പാസ്സുള്ളവർക്ക് എല്ലാ ഭാഗത്തോട്ടും പോവാം. ഇതിൻ്റെ അകത്ത് മാർക്കറ്റാണ്. കൊള്ളാം കേട്ടോ. നമുക്ക് റൂമിൻ്റെ ഇവിടെ റൂമുണ്ടല്ലോ, നമ്മൾ സ്യൂട്ട് അതുള്ളവർക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും പോകാനായിട്ട് സാധിക്കും. നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയും ഔട്ട്ഡെക്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള, ഇവിടെ സ്മോക്കിംഗ് റൂം, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. വാ, നമ്മൾ ടോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. ഫിൻലാൻഡ് ധാരാളം ഐലൻഡുകളുള്ള രാജ്യമാണ് കേട്ടോ. അങ്ങനത്തെ കുറേ ഐലൻഡുകൾ നിങ്ങൾക്ക് ഇതിലേക്കൂടെ കാണാനായിട്ട് സാധിക്കും. So crazy. ഈ കാണുന്ന ഭാഗത്തും നിൽക്കാം കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. അവന് സൂര്യൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം സൂര്യൻ ഇല്ലല്ലോ അവൻ്റെ നാട്ടിലൊന്നും, സൂര്യൻ കുറവാണല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ വെയിലടിച്ച് നല്ല പോകുന്ന രസമുണ്ടല്ലോ. ഫുൾ ഐലൻഡാണ്. ഇതുപോലത്തെ ഐലൻഡുകൾ പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. കുറേ പേരൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ ഏറ്റവും പുറകിലത്തെ ഡക്കിലോട്ട് വന്നു. അവനിത് ആ സൂര്യൻ കണ്ടുകൊണ്ട് അവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അവൻ ലാപ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരുന്നു കേട്ടോ. ലാപ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തില്ലേ നമ്മുടെ ഫിനിഷ് ഫ്ലാഗ്. നമ്മുടെ കേരളം നോക്കുവാണ് കേട്ടോ ഭാഷ. ചെക്ക് ഔട്ട് മൈ ലാൻഡ്, യു ലൈക്ക് ഇറ്റ്, യു ഷുഡ് കം. എത്രത്തോളം റൂമുണ്ടെന്നോ. ഈ കാണുന്നതെല്ലാം ഓരോ സ്യൂട്ടുകളാണ്. ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. എനിക്കൊന്ന് 1000 കൂടുതൽ റൂം ഇതിൻ്റെ അകത്ത് മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കിപ്പെലഗോ. ഇവിടെ നമ്മുടെ സ്പായും വെൽനസിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തോട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പാ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറാം കേട്ടോ, സ്പായുടെ അകത്തോട്ട്. എന്തായാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് ജിം വരെ ഉണ്ട് കേട്ടോ. അവിടെ ഒരാളിരുന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ടെറസിലോട്ട് വന്നതാണ്, ഫ്രണ്ട് ഭാഗത്ത് ടെറസ് ഒന്ന് കാണാനായിട്ട്. ഹലോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് വേൾഡ് കാണിച്ചു തന്നില്ല എന്ന് വേണ്ടേ. വാവ്, ഷാമ്പൈൻ മേക്കപ്പ്, സ്മെൽ സോ ഗുഡ്. ഇവിടെ പെർഫ്യൂംസ്, മേക്കപ്പ്, വലിയ വലിയ ബ്രാൻഡുകളുടെ ഓരോ വുമൺ പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ.
പിന്നെ മദ്യങ്ങളുണ്ട്, വൈൻസ് ഉണ്ട്, ടോയ്ലറ്ററീസ് ഉണ്ട്. You can have a seat. Come on, please. അയ്യോ, ഇവിടെ ധാരാളം ടെസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആ ടെസ്റ്റേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം കഴുകി കളയാൻ വേണ്ടി ഇതുവരെ ഉണ്ട്. നമുക്കിവിടെ വാഷ് ബേസിനും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഫേസ് മാസ്ക് സംഭവങ്ങളൊക്കെയാണ്, ഗ്ലോയിന് വേണ്ടിയുള്ള നല്ല പല ബ്രാൻഡുകളും. ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ക്ലോത്തിങ് ഒക്കെയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കുമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. അത്യാവശ്യം നല്ല വിലയുണ്ട് എല്ലാത്തിനും. ഈ കാണുന്ന ഒരു തൊപ്പിക്ക് തന്നെ 4000 രൂപ അടുപ്പിച്ച് വരും, ബാർബർ ബ്രാൻഡിന്റെ. വോഡ്ക ബ്രോ, you have vodka. I don't drink vodka. You don't drink? No. You don't like vodka? No. You don't drink at all? No, not really often, but Okay. beer or Okay. wine. ഇവിടെ വോഡ്ക ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പിരിറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. പിന്നെ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വേറെ സ്പെഷ്യലായിട്ടുള്ള വല്ലതും ഉണ്ടാവും നോക്കട്ടെ. ഇതിനൊക്കെ 169 യൂറോ, അതായത് 16,500 രൂപ അടുപ്പിച്ച് വരും ഈ കാണുന്ന ഡ്രിങ്കിന്. റബി മാർട്ടിൻ. ധാരാളം ആഡംബര മദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആഡംബരമാണെന്നൊന്നും എനിക്കറിയില്ല, ഏതാണ് ആഡംബരം ഏതാണ് ചീപ്പെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മദ്യം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അധികമല്ല, ഞാൻ മദ്യം ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ, അധികമൊന്നല്ല. ഇവിടെ വേറെ ഇതെന്താ സംഭവം, സ്ട്രോബെറി സോജു ആണ് കേട്ടോ. ഹലോ, ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ആൽക്കഹോൾ റൈറ്റ്? Yeah, it's alcohol. ഓക്കെ. ഇവിടെ സോജു. If you want, you can try. No. ഇതാണ്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഗ്രോസറി ഭാഗങ്ങൾ, ബിയേഴ്സ്, നമ്മുടെ എനർജി ഡ്രിങ്ക്സ്. ഇവിടെ നമ്മുടെ ബിയർ വില കുറവാണല്ലോ, 180 രൂപ. ഈ കാണുന്ന ബോട്ടിൽ 180 രൂപ. ഇത് വില കുറവാണോ എന്ന് അറിയില്ല കേട്ടോ. ഇത് പോകുന്ന വഴി വേറെ ഐലൻഡിലൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. ആ പല ഐലൻഡുകളിലും ടാക്സ് ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് ആളുകൾ അവിടെയൊക്കെ പോയി മദ്യപിക്കാനൊക്കെ പോകും. പ്രശസ്തമായിട്ടുള്ള ടോബ്ലറോണിനൊക്കെ 10 യൂറോ, 10,000 രൂപയുടെ അകത്ത്. എനിക്കൊന്ന് ചില രീതിയിൽ എനിക്ക് വലിയ എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. ചില സംഭവങ്ങൾ എല്ലാം അല്ല, ചില കാര്യങ്ങൾ വലിയ എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്കുണ്ട് ഇവിടെ നമ്മുടെ ഫോർ ദ ഹെഡ് ഏക്ക് ആൻഡ് സ്റ്റഫ്. ടൈഗർ ബാം ഒറിജിനേറ്റഡ് ഇൻ ചൈന. ആക്ച്വലി ചൈനയിലല്ലേ ഇതുണ്ടായത്. ടൈഗർ ബാം വരെ ഇവിടെ ഉണ്ട്. ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ, ഷോപ്പിങ്ങിൻ്റെ. നമ്മളങ്ങനെ എത്താറായി പുറത്തല്ല, അവൻ്റെ ഐലൻഡ് എത്താറായി. ഇതിൻ്റെ ഇടയിൽ ഓളൻഡോ എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ട് നിർത്തും. ടാക്സ് ഫ്രീ ഐലൻഡ് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് സേവിങ് ചെറിയ ബോട്ടുകളോ. സോറി, I know. നല്ല രസമുണ്ട് കേട്ടോ. ഓ ക്രൈസി, വേറെ ഏതോ ഷിപ്പൊക്കെ പോകുന്നുണ്ട്. വാവ്, Yeah. നമ്മൾ കുറേ ലോട്ട് ഓഫ് ഷിപ്പ്, Yeah, what? കുറേ Behind ഷിപ്പ് us. ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറകിൽ വേറെ വലിയ ഷിപ്പ്, ഭയങ്കര വലിയ വലിയ ഷിപ്പുകൾ, എല്ലാം ഫിനിഷ് ഷിപ്പുകളാണ്. അങ്ങനെ നമ്മൾ ഓൺലി 10 minutes. അങ്ങനെ ഞാൻ അവന് പറയുക, ബ്രോ we'll see you in Russia or Yes, yeah. Lapland or somewhere. Yeah. And you come to Kerala, okay? Yeah. We'll come to Kerala, okay? Okay. You'll stay with me at my house with my family. No worries. You too. Come with your wife. അങ്ങനെ അവൻ താഴോട്ട് ഇറങ്ങും. ബോട്ടിന്റെ താഴ്ഭാഗമാണ്. Like on Titanic. What? Like on Titanic. Like in Titanic, yeah. Titanic മൂവിയിലെ പോലത്തെ ലൈഫ് ബോട്ട്. അവൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങി. കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്തിട്ട് നല്ലപോലെ ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര നേരം അവിടെ കിടന്നുറങ്ങിയായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി ഒരു 2-2.5 മണിക്കൂർ. ആ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ. അവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വണ്ടിയിൽ കയറാനായിട്ട്. ഇത് തൊട്ടടുത്തായിട്ട് സെയിം ബ്രാൻഡിൻ്റെ സെയിം കമ്പനിയുടെ മറ്റൊരു ഷിപ്പാണ് കേട്ടോ വരുന്നത്, വൈക്കിംഗ് ലൈൻ. ഒരു ഷിപ്പ് ഓൾറെഡി അങ്ങോട്ട് പോയി. നല്ല രസമുണ്ട് കേട്ടോ അത് തിരിക്കുന്ന കാണാനായിട്ട്. തിരിക്കുന്ന വഴിയേ കറക്കി ഓടിക്കുവാണ് കേട്ടോ. നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന പോലെ നമ്മളെ വണ്ടിയും അതുപോലെയാണ് തിരിച്ചോടിച്ചത്.
എന്നിട്ട് തിരിച്ചോടിച്ച് ആ ഫോഴ്സിൽ തന്നെ ഇവർ ബാക്കിലോട്ട് കൊണ്ടുവരും. അവരതൊക്കെ സെറ്റ് ചെയ്തിടുവാണ് പാസഞ്ചേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ട്. പോർട്ടിലോട്ട് നമ്മളെ ഇത് അടുക്കുവാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ എക്സിറ്റ് ആൻഡ് എൻട്രി ഇതായിരിക്കണം. അവിടെയും കണക്ട് ചെയ്ത് തന്നു, അതിൻ്റെ മുകളിലും കണക്ട് ചെയ്യുന്നു കേട്ടോ. രണ്ട് സ്ഥലത്തും കണക്ട് ചെയ്യുകയാണ് ഒരുമിച്ച്. കാണുന്ന മെഷീൻസ് അതിൽ കാന്തം പോലെ ഒട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഷിപ്പിനെ വലിച്ച് അത് കുറച്ച് അടുപ്പിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ആ കാണുന്ന നിര ഉള്ള ഇതെല്ലാം ആ ഷിപ്പിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് എനിക്ക് തോന്നുന്നു ഒരുമിപ്പിക്കുമെന്ന് തോന്നുന്നു തന്നെ കേട്ടോ. ഷിപ്പിനെ അടുപ്പിച്ച് കൊണ്ടുവരുവാണ് കരയിലോട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇതാ. അപ്പോൾ അങ്ങനെ ഇനി പാഷ, see you. Yeah. Thank you so much for the time. Okay. All the best. See you man. Take care. അങ്ങനെ പാഷ ഇനി പോവാണിതാ. ഇവിടെ കുറേ ആൾക്കാർ ഇവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. നമുക്കിവിടെ വന്നാൽ പുറത്ത് കാണാം. ഈ കാറുകളെല്ലാം കയറുന്നത് നമ്മുടെ ഷിപ്പിനകത്തോട്ടായിട്ടാണ് കയറുന്നത്. ഇതെല്ലാം ഇതാണ് നമ്മുടെ ഓളണ്ട് എന്ന് പറഞ്ഞ ഐലൻഡ്. ഏകദേശം 30,000 ആളുകൾ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ ഈ കാണുന്ന ഐലൻഡിൽ. ഞാൻ എൻ്റെ ക്യാൻ തുറക്കാൻ വേണ്ടി ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം കയറി ഇറങ്ങി നടക്കുവാണ്. പിസയുടെ ഷോപ്പ് ക്ലോസ് ആയി കേട്ടോ. എന്നാൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇവിടെ അവർ ക്ലോസ് ആയി. ഇപ്പോൾ തിരക്ക് കൂടിയല്ലോ. ഉച്ചയായപ്പം റൂമിൽ നിന്നൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് വന്നതാണ് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ഭാഗത്തോട്ടൊക്കെ. ഓ, ഫുൾ ആളുകളാണ് ഈ ഭാഗത്ത്. വിചാരിച്ച പോലെയല്ല. അയ്യോ, ഇത്രയും തിരക്കോ. ഇന്ന് നമ്മുടെ ഫുഡ് ഇന്നും ടൂണയാണ്. ടൂണ ഞാൻ യോഗട്ടുണ്ട്, പിന്നെ ബ്രെഡുണ്ട്. ബ്രെഡ് വേറെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലെൻറ്റിൽസൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ബാഗിലും കുറച്ച് ബീൻസൊക്കെ ഉണ്ട്. എൻ്റെ ലെൻറ്റിൽ അവിടെ പോയി. ലെൻറ്റിൽ പൊതുവേ ക്യാൻ വാങ്ങുമ്പോൾ ക്യാൻ്റെ വെയിറ്റും കൂടെ കൂടും കേട്ടോ. ഇതാണ് ബെസ്റ്റ്. ഇതാകുമ്പോൾ ക്യാൻ്റെ വെയിറ്റ് കൂടില്ല. ലെൻറ്റിൽസ് വാങ്ങിച്ചു. തൽക്കാലം ഞാനിത് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പ് കേട്ടോ. നല്ല ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വന്നുണ്ട്. എൻ്റെ കമ്പനി പോയി കേട്ടോ. പാഷ പോയി. പാഷ പാവം കേട്ടോ. പാഷ നല്ല കമ്പനി ആയിട്ടുള്ളൊരു പയ്യൻ. പാഷയ്ക്ക് വൈഫൊക്കെ ഉണ്ട്. വൈഫ് ഇപ്പോൾ പാഷ ആക്ച്വലി ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാഷ എന്തായിരുന്നു, കൈറ്റ് സർഫിങ്ങും പിന്നെ വരുന്നത് സ്കീയിൻ്റെ ഇൻസ്ട്രക്ടറും കൂടിയാണ് കേട്ടോ പാഷ. അപ്പം ലാപ്ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ലാപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോർവേയിലല്ലോ, ഫിൻലാൻഡിൻ്റെ മുകളിലെ ഏറ്റവും നോർത്ത് പോളിൽ നമ്മുടെ നോർത്തേൺ ലേക്സ് കാണാൻ പോകില്ലേ, ആ ഒരു സ്ഥലമാണ്. പിന്നെ വരുന്നത് പിന്നെ സമ്മറിൽ ജോലി പോകും കേട്ടോ. വിൻ്ററിലല്ലേ ടൂറിസ്റ്റ് വരുന്നത്. അപ്പോൾ സമ്മറിലിപ്പം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ വന്നിട്ട് ഒരാഴ്ച വോളണ്ടിയറിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ഐലൻഡിൽ, ഓളണ്ട് എന്ന് പറയുന്ന ഐലൻഡിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. പാഷയുടെ അവിടെ ഒരു പ്രാവശ്യം എനിക്ക് എന്തായാലും പോകണം കേട്ടോ. എന്തായാലും ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോകും, ആ ഭാഗത്തോട്ട്. ഞാൻ അബദ്ധമായിപ്പോയി ടൂണ വാങ്ങിച്ചത്. ഇതാ മറ്റേ ക്യാനല്ലായിരുന്നു. പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് വാങ്ങിച്ചപ്പം ഇത് പൊട്ടിക്കാൻ പറ്റാത്ത ക്യാനിലോട്ട് വന്നു. ഞാനിനി നമ്മുടെ പിസേരിയയിലോട്ട് പോവാണ്. വണ്ടക്ടർ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ടൂൺ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വിധി എന്ന് പറയുന്നത് എനിക്ക് വെറും യോഗട്ടും പച്ച ബ്രെഡും ഇത് കഴിക്കാനുള്ള വിധിയുള്ളൂ. ഇല്ല കേട്ടോ, വേറെ ഫുഡ് അത്യാവശ്യം ഇവിടെ ഡെക്കിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഞാൻ ഇത് വെച്ച് കംഫർട്ടബിളാണ്.
ഇവിടെ മ്യൂസിക്, ലൈവ് മ്യൂസിക് ആണ് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് സ്വീഡന്റെ ഭാഗങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സ്വീഡന്റെ ഐലൻഡാണ്. ഇവിടെ ഒരു ജെറ്റ് സ്കീലൊക്കെ പോകുന്നുണ്ടോ. സ്വീഡിഷ് ഐലൻഡുകളാണ് കേട്ടോ ഈ കാണുന്നത്. സ്വീഡൻ എന്ന് പറയുന്ന മറ്റൊരു നോർവേജിയൻ രാജ്യം, നോർവേജിയൻ അല്ല, സ്കാൻഡിനേവിയൻ രാജ്യം. അങ്ങനെ 11 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫെറി താണ്ട് എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക്ഹോമിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കോപ്പൻഹാഗനിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരാൾ സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ഇടയിൽ പോയതറിഞ്ഞു. യു വാണ്ട് ടു സേ ഹായ്? Hey. Hey. What's your name? My name is Leah. I'm from Canada. ലിയ കാനഡക്കാരിയാണ്. How old are you? 18. 18. കണ്ടില്ലേ, 18 വയസ്സ്. So happy to see you, you know? Yes. ലിയ 18 വയസ്സുകാരിയാണ്. എൻ്റെ അടുത്ത് ഫ്ലാഗ് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരം തുടങ്ങിയതാണ്. 18 വയസ്സിൽ പുള്ളിക്കാരിയുടെ ആദ്യത്തെ യാത്ര തുടങ്ങി. ഓക്കെ, ആദ്യത്തെ യാത്ര തുടങ്ങി. ഇപ്പോൾ യൂറോപ്പ് ഫുള്ള് ട്രാവൽ ചെയ്യാണ് ഒരു 3 മാസം. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 3 മാസം വെക്കേഷൻ ഉണ്ട്. 3 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് ഇറങ്ങാൻ വേണ്ടി വന്നാണ്. ഹൗസ് യുവർ ട്രാവലിംഗ് ഗോയിങ് ഓൺ? Super good. I love it. When are you coming to Kerala? In 2 years. In 2 years? That's so long. But I have to go to school Okay. after. But I will expect you to come to Kerala, right? I will. You have to come and eat coconut. Yes, coconut land. ഇവിടെ കുറേ കപ്പലുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഈ കാണുന്ന പോർട്ടിൽ. ഇവിടെ കസ്റ്റമർ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ്ട് അതർ നാഷണാലിറ്റീസ്, ഇവിടെ EU നാഷണൽ, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകൾ മാത്രം ഈ ഭാഗത്തോട്ട്, അപ്പുറത്ത് വേറെ. നമ്മളങ്ങനെ ബോട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കാണുന്നതായിരുന്നു കേട്ടോ നമ്മുടെ കപ്പൽ. നല്ല തിരക്കുണ്ട്. എനിക്കൊന്ന് ചിലപ്പം പുറത്ത് ഇമിഗ്രേഷൻ പോലീസ് ഉണ്ടായിരിക്കും. ഞാനിത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മലയാളിയുണ്ട്, ഒരു സ്വീഡിഷ് മല്ലു എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ, ഞാൻ ചിലപ്പം ഇന്ന് ക്യാമ്പ് ചെയ്യാനോ, ചിലപ്പം പുള്ളി ഹോസ്റ്റ് ആണെങ്കിൽ അവിടെ എല്ലാം ഞാൻ ചിലപ്പോൾ സ്റ്റേ ചെയ്തിരിക്കും. എന്നിട്ട് നാളെ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് വിടും കേട്ടോ. ഇതാണ് അങ്ങനെ നമ്മൾ കസ്റ്റമർ അവിടെ പ്രത്യേകം ചെക്കൊന്നുമില്ല. അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. വേണമെങ്കിൽ സംശയമുള്ള ആൾക്കാരെ അവർ വെറുതെ നോക്കും. അതാണ് കേട്ടോ പരിപാടി. ഭാഗ്യത്തിന് പോലീസ് എൻ്റെ അടുത്ത് കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവരെന്നെ വിളിച്ചില്ല കേട്ടോ. ഇമിഗ്രേഷൻ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി താഴോട്ട് ഇറങ്ങുവാണ്. അങ്ങനെയുണ്ട് 115ാമത്തെ രാജ്യം. ഞാൻ വെറുതെ രാജ്യങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇങ്ങനെ ഓടി പോകുന്നത്. ഞാൻ ഈ രാജ്യങ്ങളിൽ വീണ്ടും വരും. ബട്ട് എന്നിരുന്നാലും പറയാമല്ലോ, ഇതെൻ്റെ 115ാമത്തെ രാജ്യമാണെന്ന്. ഫൈനലി വെൽക്കം ടു സ്വീഡൻ. നമ്മളങ്ങനെ സ്വീഡൻ്റെ വെൽക്കം ടു സ്വീഡൻ. വെൽക്കം ടു സ്വീഡൻ. നമ്മുടെ സ്വീഡിഷ് ഫ്ലാഗിനെ കാണാനില്ലല്ലോ ഇവിടെയൊന്നും. ഇനി ലിയെ പറക്കാൻ വേണ്ടി പോകണം. സേഫ് ട്രാവൽ ഫ്രോം മൈ സൈഡ്. ഓക്കെ, ഫൈനലി ഞാനിനി ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ഇനി അടുത്ത ട്രെയിൻ എടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. എനിക്ക് ഭയങ്കര എന്തോ ഒരു സന്തോഷം കേട്ടോ. 18 വയസ്സുള്ളേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ 17ാം വയസ്സിലൊക്കെയാണ് യാത്ര തുടങ്ങിയത്. 18ാം വയസ്സിൽ ഞാനപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നില്ല. അതുപോലെ ആ ഒരു സമയത്തിൽ ഇത്രയും നല്ലതുപോലെ എന്താ പറയുക യാത്രയ്ക്ക് ഇറങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വേറെ പോളിഷ്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ യാത്ര ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഗയ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ബാൽക്കറ്റ്സിലൊക്കെ യാത്ര ചെയ്ത് മംഗോളിയയിലൊക്കെ വെച്ച് കണ്ടുകൂട്ടി വീണ്ടും അവളെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ്. ഞാൻ ഇനി ട്രെയിൻ എവിടെയാണെന്ന് നോക്കട്ടെ. വരുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതായത് സ്വീഡനിൽ വരുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ഈ സ്കാൻഡിനേവിയയിലെ ഏറ്റവും വലിയ രാജ്യം. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ഈ യൂറോ അല്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സ്ലൂസൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മുടെ ഗ്രീൻ മെട്രോ ലൈനാണ് എനിക്കിനി എടുത്ത് യാത്ര ചെയ്യാനായിട്ട്. ഞാൻ ഈ കാർഡ് ടാപ്പ് ചെയ്തു കേട്ടോ. ഞാൻ പൊതുവെ കാർഡ് ഉപയോഗിക്കാറില്ല. കാർഡിൽ എൻ്റേത് ഫോറക്സ് ചാർജ് ഭയങ്കര കൂടുതലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതാണ്ട് ഷോർട്ട് ട്രെയിൻ ഇതാണെന്ന് തോന്നുന്നു, ഗ്രീന്.
മെട്രോ കയറി മാറിപ്പോയി കേട്ടോ വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ധാരാളം പാലങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. അതായത് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് ഏകദേശം 14 വലിയ ഐലൻഡുകൾ കൊണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. ആ 14 ഐലൻഡുകളും കണക്ട് ചെയ്തിരിക്കുന്നത് കുറേ 150 പാലങ്ങൾ കൊണ്ടാണ് കേട്ടോ. പാലങ്ങൾ കൊണ്ട് കണക്ട് ചെയ്ത കുറേ ഐലൻഡുകളുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നഗരം. ഇതല്ല, നോട്ട് ദിസ് വൺ റൈറ്റ്. ഞാനിവിടെ സ്റ്റോക്ക്ഹോമിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഫിൻലൻഡിലൊക്കെ എന്ന് പറയുമ്പോൾ 70% ഫിന്നിഷ് ആളുകളെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റോക്ക്ഹോമിൽ കയറിയപ്പോൾ തന്നെ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ പോപ്പുലേഷനെ കാണാൻ സാധിക്കും കേട്ടോ. ഒരു ധാരാളം ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ധാരാളം പുറത്തുനിന്നുള്ള രാജ്യക്കാരെയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയും ഉണ്ട് കമ്മ്യൂണിറ്റീസ്. ബട്ട് സ്റ്റോക്ക്ഹോമിൽ ഞാൻ അറിയാമെന്നുള്ളതും കേട്ടത് വെച്ചിട്ടും ഇവിടെ പൊതുവെ പല രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ വന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഫിൻലാൻഡിൽ കൂടുതലും നമ്മളിപ്പോൾ ഹെൽസിംഗിയിൽ പോകുന്ന തന്നെ 70-80% ഒരു ഫിന്നിഷ് ആളുകളെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ലോക്കൽസ് അല്ലാത്ത ജർമ്മൻസിനെ കാട്ടി വേറെ എമിഗ്രൻസിനെയൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഫിൻലാൻഡിൽ അങ്ങനെയല്ല. ബട്ട് സ്റ്റോക്ക്ഹോമിൽ കുറേ ഒരു വേറെ പോപ്പുലേഷനൊക്കെ സ്റ്റോക്ക്ഹോമിൽ ഓൾമോസ്റ്റ് സിറ്റിക്ക് പുറത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ഇമിഗ്രൻസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുമ്പം സിറിയ, തുർക്കി, ഇറാഖ്, സൊമാലിയ, പിന്നെ 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 അഫ്ഗാനിസ്ഥാൻ, ഇവിടെ നിന്നൊക്കെ ഉള്ള പോപ്പുലേഷൻ ധാരാളമുണ്ട്. കാരണം ഒരു കാലത്ത് ഫിൻലാൻഡ് ഗവൺമെൻറ് നമ്മുടെ സൊമാലിയക്കാർക്കും പിന്നെ കൂടുതൽ കൊടുത്ത് സൊമാലിയക്കാർക്കും ഇറാഖുകാർക്കൊക്കെ അവിടെ യുദ്ധത്തിൽ വന്നപ്പോൾ അവർ ഇമിഗ്രൻസിന് ഇങ്ങോട്ട് അസൈലം കൊടുത്തു. അതുപോലെ ഇവിടത്തുള്ള ഈ രാജ്യവും സ്വീഡനും കുറേ ആളുകൾക്ക് അസൈലം കൊടുത്തു. പിന്നെ സ്വീഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്നതല്ലേ, ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഐലൻഡിലാണ്, അപ്പുറത്തത് വേറെ ഐലൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ പാലങ്ങൾ വെച്ചിട്ടാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഫുൾ ഐലൻഡുകളാണ് കേട്ടോ ഈ രാജ്യത്തുള്ളത്. ധാരാളം ഐലൻഡുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, വെനീസ് ഓഫ് ദ നോർത്ത്. നോർത്തിലെ വെനീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആലപ്പുഴയെ വിളിക്കുന്നത് വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന്. കാരണം ആലപ്പുഴയിലും കുറേ ഐലൻഡുകളുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ ഐലൻഡ് ഉള്ളത്. ബട്ട് ഇത് നമുക്ക് ഐലൻഡായിട്ട് പെട്ടെന്ന് തോന്നില്ല. കാരണം എല്ലായിടത്തും പാലവും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും വലിയ നഗര ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. വയ്യ ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഒരു മലയാളി എക്സിറ്റ് ഇതല്ലേ. ഞാനങ്ങനെ ഇനി പുറത്തോട്ട് ഇറങ്ങുന്നു. പിന്നെ വേറെ സ്വീഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് യൂറോ ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ 2003 അവരൊരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. യൂറോ ഇവിടെ നടത്തണോ, യൂറോ വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിൽ ഏകദേശം 50% കൂടുതൽ ആളുകൾ പറഞ്ഞു വേണ്ട, ഇവിടെ യൂറോ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ യൂറോ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണത്താൽ അവർ യൂറോ ആക്കിയിട്ടില്ല. ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ ക്ലോന അങ്ങനെ എന്തോ ഒരു കറൻസിയാണ് കേട്ടോ. ഡെൻമാർക്കിലും നോർവേയിലും അതൊക്കെ തന്നെയാണ്. ബട്ട് അവരുടെ രാജ്യത്തിൻ്റെ ക്ലോൺ എന്ന് പറയുന്ന ഒരു കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ആകെ ഈ 4 സ്കാൻഡിനേവിയൻ കൺട്രിയിൽ ഫിൻലാൻഡിന് മാത്രമേ ഉള്ളൂ കേട്ടോ യൂറോ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഞാൻ നമ്മുടെ സ്വീഡിഷ് മല്ലു, അദ്ദേഹത്തിന് ഗിരി എന്നാണ് കേട്ടോ ആ ചേട്ടൻ്റെ പേര്. ചേട്ടനൊക്കെ അടുത്ത് വെയിറ്റ് ചെയ്യുക, ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ. നമസ്കാരം, നൈസ് ടു മീറ്റ് യു. ഇതാണ് നമ്മുടെ ഗിരിച്ചേട്ടൻ. താങ്ക് യു എന്നെ പിക്ക് ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. നാട്ടിലെവിടെയാ? എന്റെ ചെങ്ങന്നൂര്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഇപ്പം 7 വർഷമായി. 7 വർഷമായി. അതിന് മുന്നേ 3 വർഷം നോർവേയിലല്ലേ? സ്വീഡൻ ആണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അങ്ങനൊന്നും ഇല്ല, നാടാണ് ഏറ്റവും ഇഷ്ടം. നാടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാനിപ്പം വന്നതും ഒരു ഐലൻഡ് താണ്ടിയാണ് കേട്ടോ ഇപ്പൊ വന്നതും. എല്ലായിടത്തും ഐലൻഡ്. ഇവിടെ എത്ര പാലം കാണും? 1000 കൂടുതൽ പാലം ഉണ്ടോ ഇവിടെ? എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് ഏതാണ്ട് 14 ഐലൻഡുകൾ ചേർന്നാണ് സ്റ്റോക്ക്ഹോം. അതെ, 14 ഐലൻഡുകൾ സ്റ്റോക്ക്ഹോം. സ്വീഡനിൽ ഏറ്റവും അധികം, ലോകത്ത് ഏറ്റവും അധികം ഐലൻഡുകൾ ഉള്ളത് സ്വീഡനിലാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും അധികം ഐലൻഡുകൾ ഉള്ളത് സ്വീഡിഷ് ആർക്കിപ്പെലേഗോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്ഹോമിലുണ്ട്, ഗോതംബർഗിലുണ്ട്. ഈ അടുത്തിടയ്ക്ക് സ്വീഡൻ ഒരു മത്സരം നടത്തിയിരുന്നു. അതായത് ഒരു ഐലൻഡ് മത്സരത്തിൽ വിജയിക്കുന്നതാണ് 1 വർഷത്തേക്ക് നമുക്ക് ജീവിക്കാൻ കൊടുക്കും. ഒരു സ്പൗസ്, പാർട്ട്നേഴ്സിന് 2 പേർക്ക് വന്നിട്ട്, ഞാൻ എന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം 2 പേർക്ക് വന്ന് അവർ 1 വർഷത്തേക്ക് ഇത് തരും. നമ്മളത് ടേക്ക് കെയർ ചെയ്യണം. ഒരു ഐലൻഡ് ഫുൾ ആയിട്ട് 5 ഐലൻഡ് നമുക്ക് തരുമായിരുന്നു. നിർഭാഗ്യവശാൽ ആർക്കും കിട്ടിയില്ല. കിട്ടിയത് മൊത്തം പുറത്തുനിന്നുള്ള ആളുകൾക്കാണ്. പക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരിക്കല്
ഇപ്പൊ ഫിൻലൻഡിൽ ഒരു മത്സരം നടത്തി ഫിനിഷ് ഗവൺമെന്റ്, ഫിനിഷ് ടൂറിസം. അതിൽ ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു കൊട്ടാരത്തിൽ വന്നില്ല എന്ന് വേണ്ട, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു കൊട്ടാരത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഗൊത്തംബർഗ് അല്ലേ? അല്ല, ഗൊത്തംബർഗ് റോട്ടിംഗ്ഹാം പാലസ്. റോട്ടിംഗ്ഹാം പാലസ്. സോറി, ഞാൻ രാജ്ഞിയുടെ പാലസ്. രാജാവിന്റെ വേറെ സ്ഥലമാണ്. രാജാവ് ഇവിടെ താമസിക്കുന്നത്. പേരിലാണ് ഈ കൊട്ടാരം. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ രാജാവിൻ്റെ, അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു മൊണാർക്കി രാജ്യമാണ്. മൊണാർക്കി അല്ല, സോറി, പാർലമെൻ്ററി മൊണാർക്കിയാണ്. ഇവിടെ ബാക്കി പാർലമെൻറ്റിലെ പോലെ തന്നെ പ്രൈം മിനിസ്റ്ററാണ് ഇവിടെ ഭരിക്കുന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം. ബട്ട് നമ്മുടെ UK പോലെ തന്നെ ഇവിടെ രാജാവിൻ്റേതായിട്ടുള്ള പവറും ഒരു പൊസിഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രാജാവിൻ്റെ ഒരു കൊട്ടാരമാണ്. നോക്കിയാൽ അധികം വലിയ ആഡംബരമായിട്ടുള്ള സെക്യൂരിറ്റിയോ സൈന്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെ അവിടെ കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് സൈന്യമുണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ എന്നാണ് തോന്നുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം. ഒരു വലിയൊരു ആഡംബരം ഇല്ല അല്ലേ? സിമ്പിൾ ലൈഫാണ്. ഐക്യ നമ്മള് ബാംഗ്ലൂറോ ഇപ്പൊ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐക്യല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് മിനിമലിസ്റ്റിക് ലൈഫാണ്. ലൈഫ് വളരെ മിനിമലിസ്റ്റിക് ആണ് കേട്ടോ. ഇതാണ് ഇവരുടെ രാജ്ഞിയുടെ കൊട്ടാരം. ഇവിടെയാണ് അവരുടെ റെസിഡൻറ്റ് കേട്ടോ, റെസിഡൻസ്. ആണ് നമ്മുടെ പാലസിൻ്റെ ഒരു ഫുൾ വ്യൂ, ഒരു ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൈൻ, ഇവിടെ ഒരു ലോൺ ഏരിയകളൊക്കെയാണ് കേട്ടോ. വലിയൊരു ആഡംബരമൊന്നും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പാലസ്, വലിയ ടൂറിസ്റ്റിക്കും അല്ല. ഇവിടെ ഇത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ? ബാക്കിലില്ല, ഫ്രണ്ടിലുണ്ടല്ലേ? വേണ്ടാന്നാണല്ലേ? അതായത് 16 വയസ്സായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഓട്ടിക്കാനായിട്ടുള്ള വണ്ടി. 16 മുതൽ 18. അങ്ങനല്ല, എനിക്ക് തോന്നുന്നു ഈ 40 കിലോമീറ്റർ സ്പീഡ് ഇത് പോകത്തുള്ളൂ. ഇതിന്റെ എഞ്ചിൻ ഓൾട്ടർ ചെയ്തിരിക്കുക. ഓ, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതല്ല, അതായത് ഇത് വെച്ചിരിക്കുന്നത് മോട്ടോർ വേയിൽ പോകാൻ പറ്റില്ല. 40 km/h സ്പീഡിൽ മാത്രം പോകുന്ന വണ്ടിയാണ് കേട്ടോ. പൊതുവെ പ്രായം കുറഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിരിക്കണം. പിന്നെ സ്വീഡനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി, സ്വീഡൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്യാഷ്ലെസ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് കേട്ടോ. കൂടുതൽ അവർ കാർഡ് കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തോ സ്വീഡനെ കുറിച്ച് ഞാൻ 1 ലക്ഷത്തോളം ലേക്സ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് കേട്ടോ. ഏകദേശം 1 ലക്ഷം ലേക്കുകളുണ്ട് കേട്ടോ ഈ ഒരു രാജ്യത്ത്. ലൈറ്റ് എത്തുന്നോ? ഓക്കെ. അപ്പോൾ ഞാനങ്ങനെ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എനിക്ക് വേണ്ടി ഓൾറെഡി കറക്റ്റ് ഒരു കേരള ലുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ദാണ്ട് ബീഫ്, ഇവിടെ തോരൻ, ഇവിടെ ചോറ്, ഇവിടെ മുട്ട പൊരിച്ചത്. ഇതിനുപരി എനിക്ക് പരിചയപ്പെടുത്താനുള്ള ക്രിസ് ആണ്. ക്രിസ്, ഹായ്. ഹലോ. നീ എന്നെ പരിചയപ്പെടുത്തിക്കോ. ക്രിസ് ആണ്, സ്വീഡനിൽ താമസിക്കുന്നത്. എന്ത് പഠിക്കുവാ? 9ാം ക്ലാസ്സിലാണ് ക്രിസ് പഠിക്കുന്നത്. നമ്മുടെ ഗിരിച്ചേട്ടന്റെ മകനാണ് കേട്ടോ. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒന്നുമില്ല, നമ്മളിപ്പോ അല്ല, ഞാൻ ആക്ച്വലി മലയാളി വരുന്നു. അല്ല, ഞാനേ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും സംസാരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ എന്റെ മൈൻഡിൽ ഇരിക്കുക. ഇവിടെ വന്നിട്ട് മനസ്സിലായല്ലേ? അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഇരിക്കുന്നത്. അതാ പിന്നെ ഞാൻ അങ്ങോട്ട് പറയാത്തത്. പല യാത്രകൾ ചെയ്യുമ്പോഴേ ഒത്തിരി ആൾക്കാർ എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആരിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ, എന്റെ വീഡിയോസ് ഇൻഫർമേഷൻ വീഡിയോസ് ആണ്. ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നുള്ളതല്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊരു ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും അത്. കറക്റ്റാ. അപ്പൊ അങ്ങനെയാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്. സ്വീഡനിൽ ഇപ്പൊ എത്ര മലയാളികൾ ഉണ്ടായിരിക്കും ഇവിടെ? 3000-4000 മലയാളികൾ. 3000-4000. ഞാൻ എക്സ്പെക്ട് ചെയ്തേം കാട്ടി കൂടുതൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു സൗത്ത് സ്വീഡനിൽ കുറെ ആൾക്കാരുണ്ട്. സ്വീഡൻ ഇങ്ങനെ ഒരു പടവലങ്ങ പോലെ കിടക്കുന്നത്, താഴോട്ടാണ് കൂടുതൽ. നോർത്തിൽ കുറച്ച് പേരുണ്ട്. നോർത്തിലൊരു ബാറ്ററി കമ്പനി ഉണ്ടായിരുന്നു, അപ്പൊ അവിടേക്ക് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ട്, അവിടെ ഒത്തിരി ഇന്ത്യക്കാരും മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നോർത്തിൽ തണുപ്പാണ്. ഡൗൺ സൗത്തിലും സ്റ്റോക്ക്ഹോമും ഗോത്തൻബർഗും ആണ് ഏറ്റവും വലിയ സിറ്റികൾ. പിന്നെ കുറെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം. അങ്ങനെ കുറെ വന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരു 3000-4000 പേര് കാണുമെന്നാണ് വിശ്വാസം. ഒരു സിനിമയൊക്കെ വന്നു കഴിഞ്ഞാല് ചില സിനിമകളൊക്കെ ഓടാറുണ്ട്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. താങ്ക് യു ക്രിസ്, താങ്ക് യു.